നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കേരളയിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച. തിടുക്കം കാട്ടേണ്ടെന്ന് റെയിൽവേ മന്ത്രി. കേരളത്തിൽ കൂട്ടുസമരം നടത്തുന്നവരെ ദില്ലിയിൽ BJP പോലീസുമായി തമ്മിത്തല്ല്. വൈരുദ്ധ്യങ്ങളും മഴവിൽ സഖ്യങ്ങളും വികസനത്തെ തടസ്സപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഇങ്ങനെയാണ്: പരിസ്ഥിതിക്ക് ആഘാതമില്ലാതെ ആരെയും വഴിയാധാരമാക്കാതെ തൊഴിലവസരങ്ങളോടെ സിൽവർ ലൈൻ എന്ന്. കേരളത്തിന് സുസ്ഥിരമായ സുരക്ഷിതമായ ഒരു വേഗപാത വേണ്ടേ? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. അതിഥികൾ SK സജീഷ്, CPIM പ്രതിനിധി; RV രാജേഷ്, കോൺഗ്രസ് പ്രതിനിധി; ജയരാജ് കൈമൾ, BJP പ്രതിനിധി; ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായി ഡോക്ടർ പ്രേംകുമാർ നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കും. ആദ്യം ശ്രീ RV രാജേഷിലേക്ക്. ശ്രീ RV രാജേഷ്, നമുക്ക് ഈ കേരളയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളും അതിൻ്റെ സാധ്യതകളും അതുമായി ഉയരുന്ന കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇന്ന് രാവിലെ നടന്ന പ്രതിഷേധ സമരം, MPമാർക്ക് മർദ്ദനമേറ്റുവെന്ന് നിങ്ങൾ, മർദ്ദിച്ചിട്ടില്ലെന്ന് ദില്ലി പോലീസ്, എന്തായാലും തമ്മിത്തല്ലു, രമ്യയുടെ കൈ തട്ടിയതാണെന്ന് പറയുന്നു, ക്യാമറയിൽ തട്ടിയതാണെന്ന് പറയുന്നു, ഹൈബീഡൻ്റെ മുഖത്ത്, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളുണ്ട്. എന്തായിരുന്നാലും ദില്ലി പോലീസ് നിങ്ങളെ മർദ്ദിച്ചു എന്നാണ്. ഇവിടെ കൂട്ടുസമരവും അവിടെ തമ്മിത്തല്ലും. എന്താണിത്? അല്ല, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പാർലമെൻറ്റ് അംഗങ്ങൾ എന്നുള്ള രീതിയിൽ ചില പ്രിവിലേജുകൾ ഉണ്ട്. ആ പ്രിവിലേജൊക്കെ ലംഘിച്ചുകൊണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന MPമാരെ മർദ്ദിക്കുക. ഇതിപ്പോൾ കൈരളി ഒഴിച്ചുള്ള മറ്റ് മാധ്യമങ്ങളിലൊക്കെ ശ്രീ ഹൈബീഡൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത്, അദ്ദേഹത്തെ മർദ്ദിക്കുന്നത്, MPമാരെ പിടിച്ച് തള്ളുന്നത്, ഇതൊക്കെ എല്ലാ മാധ്യമങ്ങളിലും പുറത്തു വന്ന കാര്യങ്ങളാണ്. ഇവിടെ എന്ത് സഖ്യമാണ്? അല്ല, അജിം ഷാ ഉദ്ദേശിച്ചത് എന്ത് സഖ്യമാണ് ഇവിടെ ഉള്ളത്? ഇന്നിപ്പോൾ സഖ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടില്ലേ? കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങളെ ഇപ്പോൾ ഡൽഹി പോലീസ്, BJPക്ക് നിയന്ത്രണമുള്ള, കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണമുള്ള ഡൽഹി പോലീസ് അതിക്രൂരമായി നേരിട്ടപ്പോൾ അതിനെ ഒന്ന് അപലപിക്കാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായോ? ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ, ഒരു ഭരണാധികാരിക്ക് ഒരു പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. കേരളത്തിലുള്ള പാർലമെൻറ്റ് അംഗങ്ങളെ ഡൽഹിയിൽ വെച്ച് ഡൽഹി പോലീസ് മർദ്ദിച്ചു, ആ മർദ്ദിച്ചത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു മര്യാദ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി കാണിച്ചില്ല. BJPയുമായി ഒന്നിച്ചല്ലേ നിങ്ങൾ സർവേ? BJPയുമായി ഒന്നിച്ചല്ല കോൺഗ്രസ് സമരം ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസ് സമരം ചെയ്യുന്നത്, UDF സമരം ചെയ്യുന്നത് UDFന്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു BJPയുടെയും പിന്തുണയോടുകൂടി അല്ല ഞങ്ങൾ സമരം. ഇപ്പൊ BJPയുടെ പിന്തുണ തേടിയാണല്ലോ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയത്. ഡൽഹിയിൽ പോയത് BJPയുടെ, പ്രധാനമന്ത്രിയുടെ, സംഘപരിവാറിന്റെ, RSSന്റെ പിന്തുണ തേടിപ്പോയ മുഖ്യമന്ത്രി പറയുന്നു ഡൽഹിയിലെല്ലാം കോംപ്ലിമെന്റ്സ് ആയി എന്നാണ്. എന്താ നമ്മൾ കണ്ടതല്ലേ? അവിടെ എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്? ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഈ പദ്ധതി കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. വളരെ അനുഭാവപൂർവ്വം നിർമ്മല സീതാരാമന്റെ ഒരു കത്ത് മാത്രം വെച്ചിട്ട് രാജേഷ്, അല്ല, ഇത് ആരാണ് ഇതിന് അനുമതി കൊടുക്കേണ്ടത്? അത് 17/12/2019 കേരള റെയിൽ ഡെവലപ്മെന്റ് പ്രോജക്ട് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ DPRലേക്ക്. ആർക്കാ തത്വത്തിൽ അംഗീകാരം കൊടുത്തിട്ടുള്ളത്? കേരളത്തിന് ഒരിക്കലും ഇല്ല. ഇവിടെ ആരാ അപ്രൂവൽ കൊടുക്കേണ്ടത്? പ്രധാനമന്ത്രിയെ കണ്ട് പ്രധാനമന്ത്രി ചിരിച്ചതുകൊണ്ടോ, പ്രധാനമന്ത്രിക്ക് പൂക്കൂട കൊടുത്തതുകൊണ്ടോ, പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചതുകൊണ്ടോ ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം കിട്ടിയെന്ന് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. അവിടെ ആദ്യം അനുമതി കൊടുക്കേണ്ടത് റെയിൽവേ മിനിസ്ട്രിയാണ്. രണ്ടാമത് കിട്ടേണ്ടത് റെയിൽവേ ബോർഡിന്റെ അംഗീകാരമാണ്. നീതി ആയോഗിന്റെ അംഗീകാരമുണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം വേണം. ഇതിനെല്ലാം ഏറ്റവും അവസാനമാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സിന്റെ അനുമതി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് യൂണിയൻ ക്യാബിനറ്റിന്റെ അനുമതിയിലേക്ക് പോകേണ്ടത്. 5 തരത്തിലുള്ള അനുമതിയാണ് ഈ കേരളത്തിന് ആവശ്യം. ഇതിൽ ഒരു അനുമതിയും ലഭിച്ചിട്ടില്ല. നിർമ്മല സീതാരാമൻ 2021 കത്ത് മാത്രം കാണിച്ചുകൊണ്ട് ഇതായിരിക്കുന്നു രേഖ എന്ന് പറഞ്ഞുകൊണ്ട്, കൈരേഖ കാണിച്ചുകൊണ്ട് അപ്രൂവൽ ആയില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് കേരളയിൽ എന്നുള്ളത്. ആ ജോയിന്റ് വെഞ്ചറിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമില്ലാതെ, കേന്ദ്ര ഗവൺമെന്റ് അനുമതിയില്ലാതെ ഇന്ന് റെയിൽവേ മന്ത്രി അശ്വിനി കുമാർ വളരെ ക്ലിയറായി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാർലമെന്റ് പറഞ്ഞതെല്ലാം, പാർലമെന്റ് പ്രസംഗമെല്ലാം നമ്മളൊക്കെ കേട്ടതാണ്. അതിനകത്ത് ഈ പദ്ധതിയെക്കുറിച്ച് ആശങ്കയുണ്ട്. ഈ പദ്ധതിക്ക് തിടുക്കം കാണിക്കരുത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇത് ഇന്ത്യൻ റെയിൽവേയുമായി യോജിച്ചു പോകുന്ന പദ്ധതിയല്ല. അതിനകത്തൊരു വൈരുദ്ധ്യമുള്ളത്, ഒരു കോൺട്രാഡിക്ഷൻ ഉള്ളത്, ഇവിടെ റെയിൽ മന്ത്രി അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. തിടുക്കം കാട്ടേണ്ട, ഇതിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ ആവശ്യമാണെന്ന്. അതാണ് DPRന്റെ കാര്യത്തിലും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടാണ്, അല്ലാതെ അനുമതി നിഷേധിച്ചുകൊണ്ടല്ല അത് തള്ളുന്നത്. കാരണം തത്വത്തിൽ അംഗീകാരം ലഭിച്ചൊരു പദ്ധതിയാണ്. 2, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത്, തിടുക്കം കാട്ടിയിട്ടില്ല. 2 വർഷമായി DPR സമർപ്പിച്ചിട്ട്. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കണം. ആരാണ് തിടുക്കം കാട്ടിയത്? അപ്പോൾ ഇന്നലെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞതുപോലെ
ഈ റെയിൽവേ മന്ത്രി ഈ പെറ്റി പൊളിറ്റിക്സിന് വശംവദമായി നിൽക്കുകയാണ്. അതല്ല കേരള സർക്കാർ തേടുന്നത്. കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള കടപ്പാട് ഏതർത്ഥത്തിൽ BJPയുടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുടെ മേൽ ചാർത്തപ്പെട്ട ആ അവകാശത്തിൻ്റെ തുടർച്ച, അതാണ് കേരളയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാനം എന്ന നിലയിൽ. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ കണ്ടു, അതല്ലേ ഉള്ളൂ. അത് മാത്രമാണോ ഉള്ളത്? യഥാർത്ഥത്തിൽ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഉണ്ട് എന്ന് അജിം ഷാ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല. ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കട്ടെ. ഇന്ന് പാർലമെന്റിൽ തന്നെ റെയിൽവേ മന്ത്രിക്ക് പറയാമല്ലോ ഈ പദ്ധതിക്ക് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ശരി, നമുക്കത് പോയിട്ടില്ല. ശരി, ഞാൻ RV രാജേഷിലേക്ക് വരാം. ശ്രീ ജയരാജ് കൈമൾ, ഇവിടെ വളരെ മോശമായി പോയി നിങ്ങൾ. കാരണം ഇവിടെ ഒന്നിച്ച് സമരം ചെയ്യുന്നു, ഒരുമിച്ച് സർവേ കല്ലുകൾ എറിയുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ച് MPമാരെ, അതും പ്രിവിലേജ് ഉള്ളവരാണ്, അവരെ മർദ്ദിക്കുന്നു. മോശമായി പോയത് ഞങ്ങളുടെ അവസ്ഥയല്ല. സത്യത്തിൽ കേരളത്തിന് പുറത്ത് ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികൾ പാർലമെൻറ്റിൽ തമ്മിൽ തല്ലുന്ന ഒരവസ്ഥ സംജാതമായി. അതുകൊണ്ടാണ് മന്ത്രിക്ക് പോലും ചോദിക്കേണ്ടി വന്നത്, കേരളത്തിൽ ഗുസ്തിയും ഇവിടെ വന്ന് ഗുസ്തിയുമാണോ നിങ്ങൾ എടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടാണ്. പിന്നെ രണ്ടുപേരും ഒരു ലൈനിലൊന്ന് ഒതുങ്ങും. ആരുമായിട്ടാണ് സഖ്യം? അല്ല, BJPയുടെ ചരിത്രത്തിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിലും കോൺഗ്രസുമായി ഒരു സഖ്യത്തിൽ BJP ഏർപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടില്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജയരാജ് ചോദിക്കുന്നത്, അതായത് നിങ്ങൾ ഒന്നിച്ച് ഇവിടെ കേരളത്തിനെതിരെ സമരം ചെയ്യുന്നു. കളിക്കാവിള കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വച്ച് വോട്ട് പിടിച്ച പാർട്ടിയാണ് CPM-ന്റേത്. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 MPമാരും രാഹുൽ ഗാന്ധിയുടെ അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതൊക്കെ വരാം, അതിലേക്കൊക്കെ പോകണ്ട, മറ്റൊരു ചർച്ചയിലാവാം. പക്ഷേ ഇടതുപക്ഷം അന്ന് സഖ്യമൊന്നും ആയിരുന്നില്ല. പിന്നെ ആരോടാണ്? സിംഗിനെ പുറത്തു നിന്ന് പിന്തുണയ്ക്കുകയാണ്. LK അദ്വാനിയും AB വാജ്പേയിയും അടക്കമുള്ളവർ അതിലേക്ക് എത്താം. ഞാൻ പറയുന്നത് ശ്രീ ജയരാജ് കൈമൾ, അതായത് എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഒന്നിച്ചിവിടെ കേരളത്തിനെതിരെ സമരം ചെയ്യുന്നു, ഒന്നിച്ച് സമരം ചെയ്യുന്നില്ല, ഞാൻ ഒരുമിച്ച് സർവേ കല്ലുകൾ എറിയുന്നു. പിന്നീട് എന്തിനാണ് അവിടുത്തെ MPമാർ ഇതേ വിഷയം ഉന്നയിച്ച് അവിടെ ചെന്നപ്പോൾ MPമാരായിട്ട് അവരെ മർദ്ദിച്ചത്? നോക്കൂ, ഞാൻ കണ്ട ഒരു വിഷ്വൽസിലും MPമാരെ മർദ്ദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. മാതൃഭൂമിയുടെ ഒരു വിഷ്വൽ മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഈ ചാനൽ നോക്കുന്നത്. കാര്യം മാതൃഭൂമിയുടെ വിഷ്വൽ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. ഹൈബി ഈഡൻ ഒരാളെ തള്ളുകയും ഹൈബി ഈഡൻ MPയുടെ മുഖത്തേക്ക് ഒരു ക്യാമറ വന്ന് ഇടിക്കുകയും ചെയ്തു. ഹൈബി ഈഡനെ ആരും ഇടിച്ചതല്ല, അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ക്യാമറയിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. അവർ മുദ്രാവാക്യം വിളിച്ച് കേരള നിയമസഭയാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കാം ഒരു പക്ഷേ. ഈ പറയുന്ന ലോക്സഭയിൽ അവർ മുദ്രാവാക്യം വിളിച്ച് അകത്തേക്ക് കടക്കാൻ ഒരു ശ്രമമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ MP ആണ് എന്നുള്ള ID കാർഡ് കാണിക്കുന്നതിന് പകരം ഒച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് അവർ ചെയ്തത്. അവിടെ പോലീസ് അവരെ തടഞ്ഞു. കാര്യം പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, പാർലമെന്റ് ഇല്ലല്ല അതിനുശേഷമാണ് രാജേഷ്, പ്രത്യേകിച്ച് പാർലമെന്റ് അറ്റാക്കിന് ശേഷം വളരെ കർശനമായ സുരക്ഷാ വ്യവസ്ഥയിലൂടെ മാത്രമേ ഒരാൾക്ക് പാർലമെന്റിനകത്തേക്ക് കയറാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് MP ആണെങ്കിൽ പോലും, രാജ്യസഭയിൽ MP ആണെങ്കിലും ലോക്സഭയിലുള്ള MP ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ID കാർഡ് കാണിക്കേണ്ടി വരും. ID കാർഡ് ഉയർത്തി കാണിച്ചപ്പോൾ ഈ പറയുന്ന രമ്യ ഹരിദാസിനെയും ഈ പറയുന്ന ഹൈബി ഈഡനെയും ഒക്കെ അവർ കടത്തിവിടുന്ന സാഹചര്യവും നമ്മൾ കണ്ടു, ആ ഒരു സന്ദർഭവും നമ്മൾ കണ്ടു. അപ്പോൾ പ്രശ്നം അവിടെയല്ല. പിന്നെ അജിംസ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ക്ലിയർ ആക്കാനുണ്ട്, അല്ലെങ്കിൽ അത് ക്ലാരിറ്റി വരുത്താനുണ്ട്. നിങ്ങൾ പറഞ്ഞു തത്വത്തിൽ ഈ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് എന്ന്. അജിംസെ, അത് വസ്തുതാവിരുദ്ധമാണ്. ഇന്ന് 5:40 ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയുടെ മലയാളം, അതിൻ്റെ വെർബാറ്റം ഞാനൊന്ന് പറയാം മലയാളത്തിൽ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് മാത്രമേ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കൂ. ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്, സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധമാണ്. ഈ പദ്ധതി വളരെ സങ്കീർണമാണ്. തിരക്കിട്ട ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ എടുക്കില്ല. നിലവിൽ സംസ്ഥാനം സമർപ്പിച്ചിരിക്കുന്ന പദ്ധതിയിൽ പാരിസ്ഥിതികവും സാമ്പത്തികവും സാങ്കേതികവുമായ പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനം 63,000 കോടിയാണ് പറയുന്നതെങ്കിലും 1 ലക്ഷം കോടിയെങ്കിലും ആവുമെന്നാണ് ഞങ്ങളുടെ കണക്ക്, അതായത് നീതി ആയോഗിൻ്റെ കണക്ക്. സ്റ്റാൻഡേർഡ് ഗേജിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ അതിൽ മറ്റ് സർവീസുകൾ സാധ്യമല്ല. തിരക്കിട്ട് ഒരു തീരുമാനവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് അസന്നിഗ്ധമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പരമോന്നത ശ്രീകോവിലായ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജയരാജ് വാര്യർ, അതായത് കൈമൾ, അതായത്
ഒരിടത്തും ഈ റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ തത്വത്തിൽ അംഗീകാരമില്ലാത്തൊരു പദ്ധതിയാണ്, കേന്ദ്രത്തിന്റെ ഒരു തരത്തിലുള്ള അംഗീകാരവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു അംഗീകാരം കിട്ടിയ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു അംഗീകാരം നാളിതുവരെ അതാണ് ഒരു പദ്ധതി സമർപ്പിച്ചപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ആവശ്യമാണ്. DPR നൽകുമ്പോൾ DPR കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമാണ്, വിശദീകരണം ആവശ്യം. അത് അങ്ങനെയല്ലേ ഒരു പദ്ധതികൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതല്ലാതെ ഇതിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു പദ്ധതിക്കേ കേന്ദ്രം അതുകൊണ്ട് റദ്ദാക്കുന്നു എന്നാണോ പറഞ്ഞത് റെയിൽവേ മന്ത്രി? ഒന്ന്, കേന്ദ്രം ഈ പദ്ധതി റദ്ദാക്കേണ്ട പ്രോജക്റ്റ് ആരാണ്? അതായത് ഓരോ സംസ്ഥാനങ്ങളെയും ആ റെയിൽവേയുമായി ബന്ധപ്പെട്ട് സമഗ്രമായ വികസനത്തിലേക്ക് പോകണം, അതിൻ്റെ സഹകരണത്തിലേക്ക് പോകണം. ഈ ഓഫർ ആദ്യമായി സംസ്ഥാനങ്ങൾക്ക്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചത് ആരാണ്? കേരളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും റെയിൽവേ വികസനത്തിനായി ഒരു ഇന്റഗ്രേറ്റഡ് പാക്കേജ് കേന്ദ്രം തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കേരളിനെ സംബന്ധിച്ച് എൻ്റെ ഒറ്റ ചോദ്യം അതാണ്. നിങ്ങൾ ഈ പറയുന്ന സിൽവർ ലൈൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, സിൽവർ ലൈൻ പ്രോജക്റ്റിന് അതൊരു സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റ് മാത്രമാണ്. അതിൽ കേന്ദ്രത്തിൻ്റെത് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. 49% ഓഹരി ആർക്കാണുള്ളത്? കേരളിലാണ്, സിൽവർ ലൈൻ പ്രോജക്റ്റിലല്ല കേന്ദ്രത്തിനുള്ളത്. ഈ പറയുന്ന പദ്ധതിക്ക് സംസ്ഥാനത്തിന് 49% കേന്ദ്ര റെയിൽവേക്കുമുള്ളത് എങ്ങനെയാണ്? അജിംസെ, ഈ പറയുന്ന പദ്ധതി നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി ഒരു സ്റ്റാൻഡ് അലോൺ പദ്ധതിയാണ്. ഈ പദ്ധതി മൂലം ഉണ്ടാകുന്ന ഒരു നഷ്ടവും കേന്ദ്രത്തിനെ ബാധിക്കില്ല. ഇത് സംസ്ഥാനത്തെയും കേരളിനെയുമാണ് ബാധിക്കുന്നത്. അസന്നിഗ്ധമായി പല തവണ പാർലമെന്റിൽ ഈ കാര്യം ഈ പറയുന്ന കേന്ദ്രമന്ത്രി വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡ് അലോൺ പദ്ധതിയാണ്. ഇവിടെ കേരള സർക്കാർ ഏകദേശം 1,24,000 കോടി രൂപ മുതൽ മുടക്കി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ കേരയിൽ എന്ന് പറയുന്ന പദ്ധതി ഒരു സ്റ്റാൻഡ് അലോൺ പദ്ധതിയാണ്. 2, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേവലം 2,085 കോടി രൂപ മാത്രം മുതൽ മുടക്കിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന ശബരി പ്രോജക്റ്റ്, ശബരി പദ്ധതിക്ക് പകുതി പൈസ മുടക്കാൻ കയ്യിലില്ല എന്ന് അറിയിച്ച, റെയിൽവേ മന്ത്രാലയത്തെ അറിയിച്ച കേരള സർക്കാരാണ് 1,24,000 കോടി രൂപ മുടക്കി ഈ പറയുന്ന സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ പ്രായോഗികമായ വിശദീകരണങ്ങളൊക്കെ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. പക്ഷേ ഈ ശബരി പാതയുടെ കാര്യത്തിലടക്കം സംസ്ഥാനം ആ അർത്ഥത്തിൽ ഉറപ്പ് നൽകുകയാണ്. സംസ്ഥാനം അതിൻ്റെ പകുതി വഹിക്കാം എന്ന് ഉറപ്പ് നൽകുകയാണ് ചെയ്തത്. താങ്കൾ പറഞ്ഞത് അതിൽ ഫാക്ച്വൽ എററാണ്. അത് അല്ല, ആർക്ക് ഉറപ്പ് നൽകി? കേന്ദ്രത്തിന്. എപ്പോൾ ഉറപ്പ് നൽകി? അതുകൂടെ ഇല്ല. ഇന്നലെ വളരെ കൃത്യമായി ഇന്നലത്തെ മറുപടി പ്രസംഗത്തിൽ ആരാധ്യനായ ശ്രീ വി മുരളീധരൻ കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശബരി റെയിൽ പ്രോജക്റ്റിൻ്റെ പകുതി പണം, അതായത് ഈ പറയുന്ന 2,085 കോടി രൂപയുടെ 50% വഹിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല എന്ന് രേഖാമൂലം സംസ്ഥാന സർക്കാർ ഈ പറയുന്ന കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ MP അവിടെ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചില്ല? നിങ്ങൾക്ക് അവിടെ MP ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ചാനലിൻ്റെ തന്നെ MD ആയിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് അവിടെയുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് അതിന് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചില്ല? കാര്യം വസ്തുത അതാണ്. ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് വസ്തുത അധികകാലം മറച്ചു വെക്കാൻ സാധിക്കില്ല. പിന്നെ അജിംസ് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു 3-4 തവണ DPRനെ കുറിച്ച് പറയുകയുണ്ടായി. ഈ DPR എന്ന് പറയുന്നത് അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇതിനകത്തുള്ളത്. ഞാനത് അടുത്ത റൗണ്ടിൽ കിട്ടുമ്പോൾ ഞാനത് വിശദീകരിക്കാമെന്ന് കരുതുന്നു. ഘോഷയാത്രകളാണ്, അബദ്ധവഞ്ചകമാണ് ഈ DPR എന്ന് പറയുന്നത്. ശബരി പദ്ധതിയുടെ കാര്യത്തിൽ അടക്കം താങ്കൾ പറഞ്ഞത് ഫാക്ച്വൽ എറർ ഉണ്ട്. അങ്ങനെയല്ല, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ. അല്ല അജിംസെ, അത് രാജ്യസഭയിൽ പറഞ്ഞ കാര്യമാണ്. രാജ്യസഭയിൽ പറഞ്ഞത് പല കാര്യങ്ങളെ സംബന്ധിച്ചും താങ്കൾ പറഞ്ഞ ഇതേ ജോൺ ബ്രിട്ടാസ് തന്നെ പല കാര്യങ്ങളിലും വി മുരളീധരൻ ഉയർത്തിയ പല കാര്യങ്ങളുടെയും പൊള്ളത്തരം തുറന്നു കാട്ടിയതാണ്. ഇന്നലെ നമ്മളത് ചർച്ച ചെയ്തു. അവസാനം എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടു. ഡോക്ടർ പ്രേംകുമാർ, അതായത് ഒരു അംഗീകാരവും നടന്നിട്ടില്ല. എവിടെയോ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആരൊക്കെയോ കാണുന്നു. ഈ അർത്ഥത്തിലാണ് കോൺഗ്രസും BJPയും ഇതിനെ കാണുന്നത്. പക്ഷേ പ്രധാനമന്ത്രി വളരെ ഗൗരവപൂർവ്വം, വളരെ സഹിഷ്ണുതയോടുകൂടി സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേട്ടിരിക്കുകയും റെയിൽവേ മന്ത്രിയുമായും അതിനുശേഷം ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും PK മിശ്രയുമായും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തു. ആ അർത്ഥത്തിൽ വലിയ ഗൗരവമായി വികസിക്കുന്നു. പക്ഷേ ഇവിടുത്തെ സംസ്ഥാന BJPക്കും സംസ്ഥാനത്തെ കോൺഗ്രസിനും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അജിംസെ, സംസ്ഥാന BJPക്കും കോൺഗ്രസിനും വ്യക്തത വരാത്തതിന് എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. RV രാജേഷ് കഴിഞ്ഞ തവണ യുവജന ക്ഷേമ ബോർഡ് ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ മുൻ ചെയർമാൻ കാണുന്നു. കൈമൾ എന്നുള്ള BJP പ്രതിനിധിയും ചെറുപ്പക്കാരനാണ്.
ഇവർ രണ്ടുപേരും പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ പോലും ഇല്ല എന്നാണ്. നിലവിൽ അതെല്ലാം ഇന്ത്യയിലുള്ള നിയമം അനുസരിച്ചിട്ട് ഇന്ത്യൻ റെയിൽവേക്ക് മാത്രമേ റെയിൽ പദ്ധതികൾ ആവിഷ്കരിക്കാനോ നടപ്പിലാക്കാനോ പറ്റുള്ളൂ. ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ഇല്ലാത്ത ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് DPR ഉണ്ടാക്കേണ്ട ആവശ്യമോ DPR സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമോ റെയിൽവേ ബോർഡ് ക്വയറീസ് ഇടേണ്ട ആവശ്യമോ ഇല്ല. ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ പോലും ഇല്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി കാണാൻ ചെന്നാൽ പ്രധാനമന്ത്രി അരമണിക്കൂർ ഇരിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പൊക്കെ ഇവർ പറഞ്ഞിരുന്നത് സാമൂഹ്യാഘാത പഠനം നടത്തിയിട്ടില്ല, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിട്ടില്ല, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല, കടം വാങ്ങിച്ചാൽ കടക്കണിയിലായി പോകുന്നൊക്കെയായിരുന്നു. ഇപ്പൊ പറയുന്നത് ഇതിന് ഒരുവിധ അപ്രൂവൽ ഇല്ല എന്നാണ്. ഇത് ഇവരിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത കൃത്യമായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. കാരണം ജനങ്ങളുടെ മുന്നിൽ സർക്കാരും KRDCയിലും കേന്ദ്ര ഗവൺമെന്റ് അടക്കം റെയിൽവേ ബോർഡ് അടക്കം വസ്തുതകൾ പറയുമ്പോൾ ഈ മാതിരി ഇതിന് കളവ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതിന് നോണ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഇത് പകലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അജിംസ് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിർമ്മല സീതാരാമന്റെ കത്ത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. റെയിൽവേ ബോർഡിന്റെ കമ്മ്യൂണിക്കേഷൻ പബ്ലിക് ഡോക്യുമെന്റ് ആണ്. റെയിൽവേയിലുള്ള ഉദ്യോഗസ്ഥരാണ് KRDCL എന്നുള്ളത്. ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാര്യം സ്ഥലം ഏറ്റെടുക്കാനുള്ള 13,000 കോടി രൂപ മുഴുവൻ കേരള ഗവൺമെന്റ് വഹിക്കണമെന്നാണ്. അത് ഞങ്ങൾ വഹിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ളത്. ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ പോലും ഇല്ലാത്ത ഒരു പദ്ധതിക്ക് എങ്ങനെയാണ് കൊടുക്കുക? ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ പോലും ഇല്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി സർവേ നടത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹൈക്കോടതി പെട്ടി സ്റ്റേ കിട്ടാത്തത്? ഇങ്ങനെ അങ്ങനെ പറയുന്നതിൽ സങ്കടം. നോൺസെൻസ് പറയുന്ന ആളുകളോട് എങ്ങനെയാണ് സംവദിക്കുക, എങ്ങനെയാണ് തർക്കിക്കുക എന്നുള്ളത് ഇവർക്കിത് ശീലമുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം BJPയുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിരുന്നു E. ശ്രീധരൻ. അദ്ദേഹം പാലക്കാട് ഓഫീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഓഫീസ് എടുത്തു വെച്ച ആളാണ്. 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറയുന്ന ആളാണ്. UP ഇലക്ഷന്റെ 2 ദിവസം മുന്നേ K. സുരേന്ദ്രൻ പറഞ്ഞ സാധനങ്ങൾ ഇപ്പോഴും കാണുന്നു. അതായത് ഇലക്ഷന് ശേഷം പെട്രോൾ വില വർധന ഉണ്ടാവും എന്നുള്ളത് കള്ളപ്രചരണമാണ്, അങ്ങനെ ഒരു സംഗതിയെ ഉണ്ടാവില്ല. പിറ്റേഴ്സ് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാലാരിവട്ടത്ത് പാലം ഉണ്ടാക്കിയ ആളുകളാണ് UDF. പണി തീരാത്ത കണ്ണൂർ എയർപോർട്ടിൽ വിമാനമിറക്കി അത്ഭുതം കാണിച്ച ആളാണ് ഉമ്മൻചാണ്ടി. പണി തീരാത്ത മെട്രോ ഉദ്ഘാടനം ചെയ്ത ആളാണ്. രോഗികളുടെ എക്സ്റേ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിക്കുന്ന ആളാണ്. ലൂസായ മണ്ണാണ് കേരളത്തിൽ മുഴുവൻ എന്ന് നിയമസഭയിൽ പറയുന്ന ആളുകളാണ് UDFകാർ. UDFന്റെ നിയമസഭാ ഉപനേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങൾ സബർബൻ റെയിൽവേ ആണ് വേണ്ടത്, ഇതാണ് ഞങ്ങളുടെ ബദൽ എന്ന് പറയുകയും പിറ്റേ ദിവസം KPCC പ്രസിഡന്റ് വിമാനം ഓടിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാണ്. ബോട്ട് ഓടിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളാണ്. സബർബൻ റെയിൽ മതി എന്നാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറയും. സബർബൻ റെയിൽ എന്നുള്ള കോൺസെപ്റ്റ് റെയിൽവേ ബോർഡ് തള്ളിക്കളയുകയും ചെയ്തതാണ്. ഇവരോട് തർക്കിക്കുക എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ശ്രീ പ്രേംകുമാർ, ശ്രീ SK സജേഷ്, അതായത് ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിശദമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും വളരെ ഗൗരവത്തോടെയും വളരെ വ്യക്തതയോടും കൂടി അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അതായത് വളരെ സുതാര്യമായ സുസ്ഥിരമായ ഒരു വേഗപാത കേരളത്തിന് ആവശ്യമാണ്, അനിവാര്യമാണ്. അതിൻ്റെ പ്രായോഗികമായ നടത്തിപ്പുകൾ ഇങ്ങനെയൊക്കെയാണ്, അതിൻ്റെ അനിവാര്യതകൾ ഇങ്ങനെയൊക്കെയാണ്. ആരെയും വഴിയാധാരമാക്കില്ല, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ആ അർത്ഥത്തിൽ കേരളത്തിന് ഏറ്റവും അടിയന്തരമായ ഒന്നാണ് അർദ്ധ റെയിൽ പാത എന്നത്. അതിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. തത്വത്തിൽ അംഗീകാരം ലഭിച്ച പദ്ധതിയാണിത്. അതിൻ്റെ അന്തിമ അനുമതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നല്ല സമീപനമാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നൽകുന്നത്. ഇത് മുഖ്യമന്ത്രി പറയുകയാണ്, അതായത് സംസ്ഥാനത്തിൻ്റെ ഉറപ്പാണത്. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന BJP കേരളത്തിൽ പറയുന്നതും, ഒപ്പം ഇന്ന് പ്രതിഷേധം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആ പ്രതിഷേധത്തിൽ MP-മാർക്കൊപ്പം ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പറയുന്നതും ഏതാണ് ഒരുപക്ഷെ ജനങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ ഉണ്ടാകുന്ന കൺഫ്യൂഷനെ സംബന്ധിച്ച്? അജിൻഷാദ്, ഇതില് ഒന്ന്, ഇവരെല്ലാം അസ്വസ്ഥപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് കേരളത്തിന്റെ ഒരു വികസന പാതയാണ്. അതിലെ ഒരു വെള്ളി രേഖ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. അത് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. അതിൽ അവർ അസ്വസ്ഥരാണ്. അതാണ് പ്രശ്നം. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ BJP പ്രതിനിധി പറഞ്ഞ ഒരു കളവ് തിരുത്തിയതിന് ശേഷം വരാമെന്ന് കരുതുകയാണ്. അദ്ദേഹം ഈ ചർച്ചയുടെ ഇടയിൽ ശബരി പാതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ശബരി പാതയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പദ്ധതി ചെലവിന്റെ പകുതി വഹിക്കാമെന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചിരുന്നു. പക്ഷേ അതിന്റെ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് രാംപുരം മുതൽ എരുമേലി വരെയുള്ള അതിന്റെ
ഫൈനൽ ലൊക്കേഷൻ പൂർത്തിയായിട്ടില്ലായിരുന്നു. അത് ലഡാർ സർവേ ഉപയോഗിച്ച് ഇപ്പോൾ നടത്തി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 2815 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് ഇപ്പോ 3347.35 കോടി രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പകുതി ചെലവ് സംസ്ഥാനവും പകുതി ചെലവ് കേന്ദ്രവും വഹിച്ചുകൊണ്ട് ആ പദ്ധതി മുന്നോട്ട് പോകാനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം വി മുരളീധരൻ പറഞ്ഞു എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വി മുരളീധരനോട് ഇനിയെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വെറും കേരള വിരോധം മാത്രമല്ല, അല്പം കാര്യങ്ങളെങ്കിലും പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. അത്രേ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇത് കണക്കുൾപ്പെടെയുള്ള വസ്തുതകൾ, ഇപ്പോൾ റിവേഴ്സ് എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇപ്പോ ഇവർ ഇതിനെ അന്ധമായിട്ട് എതിർക്കുകയാണ്. എതിർക്കാൻ വേണ്ടി എന്ത് കളവും പറയും എന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത്, അദ്ദേഹം 1,25,000 കോടിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഈ പദ്ധതിയുടെ ചെലവ് 63,941 കോടി രൂപയാണ്. ആ തുക ചെലവഴിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ കേരയിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. താങ്കളുടെ ചോദ്യത്തിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോ BJP, കേന്ദ്രം ഭരിക്കുന്ന BJP ഈ കേരളിനെ എതിർക്കുകയല്ലേ, സമരം ചെയ്യുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് BJP കേരളത്തിൽ എല്ലാ പദ്ധതികളെയും എതിർത്തിട്ടുണ്ട്. അവർ ദേശീയപാത വികസനത്തിനെതിരായി കീഴാറ്റൂരിൽ സമരം നടത്തുമ്പോൾ നമുക്ക് ഓർമ്മയില്ലേ, സുരേഷ് ഗോപിയുടെ ഒക്കെ നേതൃത്വത്തിൽ വന്ന് എന്തെല്ലാം ആക്ഷൻ സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള പല പരിപാടിയും നടത്തിയിട്ടില്ലേ. നന്ദിഗ്രാമെന്ന് മണ്ണ് കൊണ്ടുവന്ന് വിതറുകയൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു. അത് ദേശീയപാത എതിരായിട്ടല്ലായിരുന്നു. അതേ സമയത്ത് നമ്മൾ കാണേണ്ടത് എന്താണ്, ദേശീയപാത വികസനത്തിനും ഗെയിലിനുമെല്ലാം എതിരായി BJPയും ഒപ്പം കോൺഗ്രസും എല്ലാം അവരുടെ മഴവിൽ സഖ്യവുമെല്ലാം ഇതിലും ശക്തമായ സമരം നേരത്തെ നടത്തിയിട്ടുണ്ട്. ആ സമരം നടത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ ചുമതലയേറ്റ് ആദ്യമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും പൊതുവായ വികസനത്തിന് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടണം. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ അത് അദ്ദേഹം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. ഗെയിലും ദേശീയപാത വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലും പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. അത് ഉറപ്പാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയും അത് കേട്ടപ്പോ കേരളത്തിലെ ഈ പറഞ്ഞ BJPയുടെ നേതാവ് ശ്രീ K. സുരേന്ദ്രൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ എന്താ പറയുന്നത്? ഗെയിലും ദേശീയപാത വികസനവുമെല്ലാം ഞങ്ങളെയെല്ലാം ഈ പ്രശ്നമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഈ പ്രശ്നത്തെ എല്ലാം മറികടന്നുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത് ആർജവമുള്ള ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലേ? മാത്രവുമല്ല, നമ്മൾ കാണേണ്ടത് ഇവർ മുടക്കിയതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ഈ 45 മീറ്റർ ആക്കാത്തതിന്റെ ഭാഗമായിട്ടാണല്ലോ അതിന്റെ ഭൂമി ഏറ്റെടുക്കലിന് 25% തുക സംസ്ഥാനം നൽകേണ്ടി വന്നത്. മറ്റൊരു സംസ്ഥാനത്തിന് അങ്ങനെ നൽകേണ്ടി വന്നിട്ടില്ലല്ലോ. അതും ഏറ്റവും മാന്യമായി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കിഫ്ബി ഉപയോഗിച്ചുകൊണ്ടാണ്. കിഫ്ബി എന്ന സംവിധാനത്തിലൂടെ എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരു കാര്യം കൂടി നമുക്ക് കാണാം, അതായത് ഇപ്പൊ കേരളയിലുമായി ബന്ധപ്പെട്ട് ഇവർ പ്രശ്നമുണ്ടാക്കുന്നു. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കേരളയിൽ ഏറ്റെടുക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ഭൂമിയാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്നത്. അതെങ്ങനെയുള്ള ഭൂമിയാണ്? വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു സ്വപ്നപാതയിലാണ് ആ ഭൂമി ഏറ്റെടുക്കുന്നത്. അപ്പൊ ദേശീയപാതയുടെ ഓരത്ത് ഒരു നിശ്ചിത സ്ഥലം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കടയുണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കുമല്ലോ. പിന്നെ ജീവിതത്തിലുടനീളം അതൊരു പ്രധാന വരുമാന മാർഗവും കുടുംബത്തിന്റെ ഒരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു വലിയ പ്രതീക്ഷയൊക്കെ ആയിരിക്കും. അത്തരം ഭൂമിയാണ് ഒരു പ്രയാസവുമില്ലാതെ ഏറ്റെടുക്കാൻ കേരളത്തിലെ സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. അതായത് ഒരു സ്വപ്ന ഭൂമിയാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ ഏറ്റെടുത്തത്. അതുപോലെയുള്ള പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. അതിന്റെ പകുതി ഭൂമിയെ വരുന്നുള്ളൂ. മാത്രവുമല്ല, എന്താണ് അത് ഇതുപോലെ വളരെ എന്താ പറയുക, വില കൂടിയ അങ്ങനെയുള്ള മേഖലയിലൂടെ അല്ല ഇത് പോകുന്നത് എന്നത് മറ്റൊരു കാര്യം കൂടിയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇവർ ഇതിന് അനുമതിയില്ല എന്നൊക്കെ പറയുകയാണ്. നേരത്തെ ഇവിടെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 1/9/2016 MOU കേരളയിലുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് 17/12/2019 തത്വത്തിൽ അംഗീകാരം ഉണ്ടാകുന്നത്. പിന്നെ അതിനുശേഷം 17/6/2020 സിസ്ട്ര DPR തയ്യാറാക്കുന്നു. പിന്നെ 2021 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോ എന്താ BJP പ്രതിനിധിയോട് അങ്ങ് മറന്നു പോവുകയാണോ? കേരളയിൽ ആ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെട്ട കാര്യമാണ്. റെയിൽ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തി
അതിന് 2030 ഇത് പൂർത്തീകരിക്കും എന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ അങ്ങ് മറന്നു പോവുകയാണ്. ഇവിടെ ഒരു എത്ര കോടി കാര്യം, രൂപ allot കേരളത്തോട് ചെയ്തു അന്ധമായ എന്ന് വിരോധം കാണിക്കുന്ന ശ്രീ മുരളീധരന്റെ വാക്കും കേട്ട് അത് വിശ്വസിക്കരുത്. അദ്ദേഹം ഒന്നും പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പാർലമെന്റിൽ പോലും സതീഷ് വഴങ്ങുമെങ്കിൽ ഒരു ചോദ്യം അങ്ങ് വഴങ്ങുമെങ്കിൽ ജയരാജ് ഒരു കൈമൾ ചോദ്യം. ചോദിക്കുന്നു, എത്ര രൂപയാണ് അതിൽ വക സതീഷ് മാറ്റിയെന്ന് പറഞ്ഞു കേന്ദ്രമന്ത്രി ബഡ്ജറ്റിൽ, നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി ബഡ്ജറ്റിൽ കേരളിനെ കുറിച്ച് പരാമർശിച്ചു. കഴിഞ്ഞ 2 ബഡ്ജറ്റിലായി എത്ര കോടി രൂപയാണ് കേരളിന് അലോട്ട് ചെയ്തത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. തത്വത്തിൽ അംഗീകാരം നൽകുക എന്ന് പറഞ്ഞാൽ അതിന് തുക അലോട്ട് ചെയ്യുക എന്നുള്ളതാണോ? അല്ല, തത്വത്തിൽ എവിടെ അംഗീകാരം കേരയിൽ നൽകി? എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ കേരയിൽ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്ത സംരംഭമാണ്. 49% 51% ഷെയറുള്ള സംയുക്ത സംരംഭമാണ്. അതിലാണ് താങ്കൾ നേരത്തെ ഇവിടെ കളവായി പറഞ്ഞ ശബരി പാത ഉൾപ്പെടെ വരുന്നത്. അതിൽ തന്നെയാണ് നഞ്ചങ്കോട് പാത ഉൾപ്പെടെ വരുന്നത്. അതിൽ വരുന്ന പദ്ധതി തന്നെയാണിത്. ഇപ്പൊ നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ പിന്നെ എന്താണ് താങ്കൾ പറയുന്നതിന്റെ ഇടയിൽ ഇതൊക്കെ ഇടയിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഗേജ് ആയതുകൊണ്ട് മറ്റൊന്നും ഓടാൻ വേണ്ടി കഴിയില്ല എന്നെല്ലാം അതിന്റെ ഇടയിൽ പറഞ്ഞു. ഇപ്പൊ ഇന്ത്യയിൽ 8ഓളം പദ്ധതികൾ വേറെ നടപ്പിലാക്കുന്നുണ്ടല്ലോ. ഹൈ സ്പീഡ് നിങ്ങൾ തന്നെ നടപ്പിലാക്കുന്നത്. അത് സ്റ്റാൻഡേർഡ് ഗേജ് അല്ലേ? അത് സ്റ്റാൻഡേർഡ് ഗേജിലല്ലേ ഓടുന്നത്? ലോകം മുഴുവൻ സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെയാണ് ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കളവ് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനൊരു കാര്യമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റു വിഷയങ്ങളെല്ലാം നമ്മൾ നല്ലവണ്ണം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും എല്ലാം ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളം വളർന്നു വന്നിട്ടുള്ളത്. ഇവർ ഭൂമിയെ കുറിച്ച് പറയുന്നു. 57 കേരളം രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എടുത്ത ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത് കുടിയിറക്കൽ നിരോധന നിയമമാണ്. തുടർന്ന് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ നിയമവും. അതിലൂടെയാണ് എല്ലാവർക്കും ഭൂമിയും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായത്. തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ ജനകീയാസൂത്രണം ഉൾപ്പെടെ, ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ, പൊതുവിതരണം ഉൾപ്പെടെ, കുടുംബശ്രീ ഉൾപ്പെടെ അങ്ങനെ പലതുമായിട്ടുള്ള വികസന പദ്ധതികളിലൂടെ, സാക്ഷരത ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പദ്ധതികളിലൂടെ കേരളത്തെ കൈപിടിച്ചുയർത്തി ഇന്നൊരു വലിയ വിജ്ഞാന സമൂഹമായി കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ തോതിൽ തൊഴിൽ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ വളർന്നു വന്ന ഇന്ത്യയിൽ നമ്പർ 1 നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് 4 മിഷനിലൂടെ ഒരു കൃത്യമായ വീക്ഷണത്തോടു കൂടിയാണ് 4 മിഷൻ, ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായി ലൈഫ്, വീട്, ഇതെല്ലാം ഉറപ്പുവരുത്തൽ, അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ സംരക്ഷണം, ഇത് 4 ഉറപ്പുവരുത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം മുന്നോട്ട് പോയി. ഇനി വരാനുള്ള കേരളത്തിൽ ഇങ്ങനെ വളർന്ന് വികസിച്ചു വരുന്ന നമുക്ക് കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ വേണ്ടി കഴിയണം. വ്യവസായം വരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ഇതിനെല്ലാം ഉതകുന്ന ഏറ്റവും കൃത്യമായ പദ്ധതിയാണ് റെയിൽവേ എന്ന് പറയുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് ഇന്ത്യൻ റെയിൽവേ. റെയിൽവേ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതാണ്. ഈ പദ്ധതി വരുമ്പോൾ 10,000 പേർക്ക് നേരിട്ടും 50,000 പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കും. കോൺഗ്രസ് പ്രതിനിധി RV രാജേഷ്. ശ്രീ രാജേഷ്, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതിനേക്കാൾ വേഗത കൂടിയ അതിവേഗ റെയിൽവേയെ കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുകയും ചെയ്തവരാണ്. ശ്രീധരനെ അതിനെ ഏർപ്പാട് ചെയ്തവരാണ്. കേരളത്തിന് ഈ അർത്ഥത്തിൽ കേരളയിൽ മുമ്പോട്ട് വെക്കുന്നത് പോലെ ഒരു സുസ്ഥിരമായ വേഗപാത ആ അർത്ഥത്തിൽ വേണ്ടേ? ഇത്രയേറെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ലോകവുമായി സംവദിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരയിൽ എന്ന ഒരു പദ്ധതി നമുക്ക് അനുകൂലമല്ലേ? അല്ല എങ്കിൽ മറ്റൊരു സമാന്തരമായ ഏതെങ്കിലും ഒരു വികസനം ഈ പാതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടോ? അതായത് അതിവേഗ പാതയുടെ വക്താക്കളായ നിങ്ങളോടാണ് ചോദിക്കുന്നത്. അല്ല, ഇവിടെ കേരളയിലാണ് വികസനത്തിൻ്റെ അവസാന വാക്കെന്നാണ് ശ്രീ പിണറായി വിജയൻ മുതൽ അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന പ്രേംകുമാർ വരെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഇത് വികസനത്തിൻ്റെ വക്താക്കളായി CPM മാറുകയില്ല. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ വികസനം കൊണ്ടുവന്നു അതല്ല ശ്രീ രാജേഷ്, നമുക്ക് ചോദ്യത്തോട് സ്പെസിഫിക് ആയി അതിലേക്ക് ഞാൻ വരാം. മനസ്സിലായി. ഇതിനകത്ത് UDF എല്ലാം വികസന വിരോധികളെന്നാണ് പറയുന്നത്. ഇവിടെ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നത് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. അവിടെ വിമാനം ഇറക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലഘട്ടത്തിലായി. പെയിൻ്റ് അടിച്ചു എന്നുള്ളത് സത്യമാണ്. ആ വിമാനത്താവളം റൺവേയുടെ പണി പൂർത്തിയാക്കി വിമാനത്താവളം ഫുൾ സിംഗിൽ പ്രവർത്തന സജ്ജമാക്കിയതിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. പക്ഷേ ഇന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ടോ, 2001 അത് പൂർത്തിയായി ഇറങ്ങിയതാണ്.
2006 LDF വരുമ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് പോലും കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ നീക്കിയിട്ടില്ല. ആരാ പറഞ്ഞത്? അതുപോലെ കണ്ണൂർ ഒറ്റ ഞാൻ പറഞ്ഞോട്ടെ, കണ്ണൂർ വിമാനത്താവളം പൂർത്തിയാക്കിയത്, അവിടെ വിമാനം ഇറങ്ങിയത് ആരുടെ കാലഘട്ടത്തിലാണ്? രണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഒരു ഒറ്റ വാചകം നേരത്തെ ഞാൻ വഴങ്ങി തന്നല്ലോ. എനിക്ക് വഴങ്ങിയില്ല. പറയുന്നുള്ളൂ. ഇറങ്ങിയ വിമാനം ഏതാണ്? അവിടെ ഏതോ റബ്ബർ തോട്ടത്തിൽ എന്താണ് മരുന്ന് കളിക്കാൻ വേണ്ടി പോയ വിമാനല്ലേ ഹെലികോപ്റ്ററല്ലേ കൊണ്ടുവന്ന് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. അത് അങ്ങയുടെ ഓർമ്മയുടെ കുറവാണ്. ഹെലികോപ്റ്ററാണ് ഇറങ്ങിയത്. അന്ന് പഴയ വിഷ്വൽസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അവിടെ വിമാനം ഇറങ്ങിയോ, ഹെലികോപ്റ്റർ ഇറങ്ങിയോ, അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ചെറു വിമാനല്ലേ അല്ല വിമാനമേ ഇറക്കിയില്ല എന്ന് താങ്കൾ പറയാം. നിങ്ങൾക്ക് അതൊക്കെ പറയാം. അവിടെ വിമാനമേ ഇറക്കിയില്ല, അവിടെ റൺവേ പൂർത്തിയാക്കിയില്ല, അവിടെ വിമാനത്താവളത്തെ കെട്ടിടം പൂർത്തിയാക്കിയില്ല. ഒന്നുമില്ലാതെ 3 മാസം കൊണ്ടൊരു വിമാനത്താവളം നിർമ്മിച്ച അത്ഭുത മനുഷ്യനാണ് പിണറായി വിജയൻ താങ്കൾ പറയും. അത് അത്ഭുതമില്ല, നിങ്ങൾ അതൊക്കെ പറയും. 3 മാസം കൊണ്ട് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 3 മാസം കൊണ്ട് പിണറായി വിജയൻ മറ്റേ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വെച്ച് കണ്ണൂർ വിമാനത്താവളം നിർമ്മിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിങ്ങളാണല്ലോ വിമാനത്താവളം നിർമ്മിച്ചത്. അന്ന് നിങ്ങളുടെ സമീപനം എന്താണ്? നെടുമ്പാശ്ശേരിയിൽ ശ്രീ കെ കരുണാകരന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ വിമാനത്താവളം ഉണ്ടാക്കിയപ്പോഴപ്പോൾ അവിടെ എന്റെ നെഞ്ചത്തു കൂടി വിമാനം ഇറക്കുമെന്ന് പറഞ്ഞ ആളുകളാണല്ലോ നിങ്ങൾ. പിന്നീടാണല്ലോ നിങ്ങൾ ആ വിമാനത്താവള കമ്പനിയുടെ ഡയറക്ട് ബോർഡിലേക്ക് ശർമ്മ അടക്കമുള്ളവർ പോയിരുന്നത്. അപ്പോൾ ആ വികസനം ഇവിടെ വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ സമീപനം? അപ്പോൾ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന UDF ഗവൺമെന്റ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് കൊണ്ടുവന്നപ്പോൾ എന്താണ്? കമ്പ്യൂട്ടർ വേണ്ട, ടെക്നോ പാർക്ക് വേണ്ട, ആ രീതിയിലുള്ള സമീപനമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ അത് ഉദ്ഘാടനം ചെയ്ത് സജീഷേ, നിങ്ങൾ എന്താ പറയുന്നത്? സജീഷ അത് ഉദ്ഘാടനം ചെയ്ത നായനാരാ? ഇപ്പൊ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പോലെ തന്നെ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത പോലെ തന്നെയാണ്. അത് ആരെയാ? കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അത് ഉദ്ഘാടനം ചെയ്ത ടെക്നോ പാർക്കിന്റെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. ടെക്നോ പാർക്കിന്റെ പണി എന്നാണ് ആരംഭിച്ചത്? അത് ശ്രീ കെ കരുണാകരൻ ഗവൺമെന്റ് കാലഘട്ടത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണ്. ആ സമയത്താണ് ടെക്നോ പാർക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ ഉദ്ഘാടനം അതിനുശേഷം നടന്ന ശ്രീ കെ നായനാരുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉദ്ഘാടനം നടത്തി. അതിലൊന്നും ഞാൻ തർക്കമില്ല. അപ്പൊ വികസനം നടത്തിയത് ആരാ? നിങ്ങളുടെ സമീപനം എന്തായിരുന്നു? ശരി, അതൊക്കെ പോട്ടെ. അതൊക്കെ ഈ ട്രാക്ടറും കമ്പ്യൂട്ടറും ഒക്കെ എക്സ്പയർ ആയതാണ്. ഞാൻ ചോദിക്കുന്നത് RV രാജേഷിനോട് ഞാൻ ചോദിക്കുന്നത് ഇതാണ്. കേരയിൽ എന്ന തരത്തിലേക്ക് ഒരു സുസ്ഥിര വേഗപാത കേരളത്തിന് അനിവാര്യമല്ലേ? അല്ല, കേരളത്തിൽ ഈ പദ്ധതിയുടെ അതിവേഗ റെയിൽപാതയുടെ പദ്ധതിയുടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത് അതിനു മുമ്പുണ്ടായിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. അന്ന് തോമസ് ഐസക്കാണ് കേരളത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അതിന്റെ തുടർച്ചയായി അടുത്ത ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇത് ഫീസിബിൾ ആണോ എന്നുള്ള സ്റ്റഡി നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ ഇത് ഫീസിബിൾ അല്ല, ഇത്രയധികം തുക ചെലവഴിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റിന് ഗുണമില്ല, അത് മാത്രമല്ല സ്റ്റേറ്റിനെ കടക്കടിയിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ പദ്ധതിയുമായി UDF ഗവൺമെന്റ് മുന്നോട്ട് പോയല്ലോ. അതിന് ഓൾട്ടർനേറ്റ് ഉള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ വികസനം വേണ്ടത്. ഇപ്പൊ അല്ല, അതിനകത്തൊരു വ്യക്തത കുറവുണ്ട്. ശ്രീ RV രാജേഷ് അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി എല്ലാം അറിയാം. അതായത് അല്ല ഞാൻ പറയാം. അതായത് അതിവേഗ പാത പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സാധ്യതാ പഠനത്തിന് ശേഷം അത് ഉപേക്ഷിച്ചോ? തീർച്ചയായും ആ പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ടില്ലല്ലോ. അന്നത്തെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇത് ആര് പറഞ്ഞു? 2016 ഒന്നാം പിണറായി സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പെടുത്ത നിയമസഭാ സമ്മേളനത്തിൽ 2016 PK കുഞ്ഞാലിക്കുട്ടി ഈ അതിവേഗ പാതയെ സംബന്ധിച്ച് നിയമസഭയിൽ അതിൻ്റെ ഗുണവശങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് അവസാനമായി പറഞ്ഞത്. ഞാൻ വേറൊരു കാര്യം കൂടി RV രാജേഷിൻ്റെ മുമ്പിലേക്ക് വെക്കാം. അതായത് ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പദ്ധതിയുടെ മീഡിയ കോർഡിനേറ്റർ, അതായത് നിങ്ങളുടെ കാലത്തെ മീഡിയ കോർഡിനേറ്റർ ആയിരുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മേഘനാഥൻ്റെ, ഇതിനായി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം. ഇതിനായി ഒരു ലഘുലേഖ തയ്യാറാക്കി അച്ചടിച്ച് ഹൈസ്പീഡ് റെയിൽവേ ഓഫീസിലെത്തിച്ചു. ഏതാണ്ട് 6 മാസം പദ്ധതി ഉപേക്ഷിച്ചിരുന്നു എന്ന UDF നേതാക്കളുടെ അവകാശവാദം പച്ചക്കള്ളമാണ്. മറിച്ച് രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിലുള്ള പദ്ധതിയായാണ് ബുള്ളറ്റ് ട്രെയിൻ വിഭാവനം ചെയ്തത്. പദ്ധതി തുടങ്ങാനും ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ സർക്കാർ ഉത്തരവുണ്ട്. പദ്ധതി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായി ഒരു ഉത്തരവുണ്ടാകണമല്ലോ. അങ്ങനെ ഒന്നിറങ്ങിയിട്ടില്ല. പറഞ്ഞു എന്നതേ ഉള്ളൂ. കേരയിൽ വിരുദ്ധ കുറ്റവിടുതൽ സമരത്തെ അദ്ദേഹം ആ അർത്ഥത്തിൽ കളിയാക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനായി ഒരു ലഘുലേഖ തയ്യാറാക്കിയ കാര്യവും
പല കാര്യങ്ങളും അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഫീസിബിലിറ്റി സ്റ്റഡി പദ്ധതി പ്രായോഗികമാണെന്ന റിപ്പോർട്ട് കിട്ടി. ഡീറ്റെയിൽ ആയി വായിക്കേണ്ട കാര്യമില്ല. 1.25 ലക്ഷം കോടി മതിപ്പ് ചെലവ് വരുന്ന പദ്ധതിക്കായി ജയിക്ക ഫ്രഞ്ച് സർക്കാർ എന്നിവരുമായി പ്രാരംഭ ചർച്ച നടത്തി. ഇത് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ മീഡിയ കോർഡിനേറ്റർ എന്ന നിലയിൽ ശ്രീ രാജേഷ്, ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ മീഡിയ കോർഡിനേറ്റർ എന്ന നിലയിൽ ഇത്രയും കാര്യം നേരിട്ടറിയാവുന്നതാണ്. ഇതാണ് മേഘനാഥൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അല്ല, ഞാൻ പറയാം. ഇതിനകത്ത് ഒരു മീഡിയ കോർഡിനേറ്റർ അല്ല ഒരു ഗവൺമെന്റ് നയം പ്രഖ്യാപിക്കുന്നത്. പല പദ്ധതികളും ചർച്ച ചെയ്തിട്ടുണ്ടാകാം. കേരളത്തിലെ പല വികസന പദ്ധതികളും ഗവൺമെന്റുകൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അത് പല വിദേശ കമ്പനികളുമായി ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി ക്യാബിനറ്റ് തീരുമാനമെടുത്തിട്ടുണ്ടോ? അപ്പോൾ കേരളയിൽ നിങ്ങൾ എതിരാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാൻ അല്ല, ഇതിനകത്ത് ക്യാബിനറ്റ് തീരുമാനമെടുത്തോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ ക്യാബിനറ്റ് തീരുമാനമെടുത്തു കേരളത്തെ അതിവേഗ റെയിൽ പാത നടപ്പാക്കാൻ. അതിന് ബഡ്ജറ്റിൽ പണം വകയിരുത്തി, എന്നാലും പദ്ധതി നടപ്പാക്കുള്ളൂ. ബഡ്ജറ്റിൽ തുക വകയിരുത്തി അതിന്റെ സ്റ്റഡിയുമായി മുന്നോട്ട് പോയോ? അതല്ലെങ്കിൽ അതിന്റെ എൻവയോൺമെന്റ് സ്റ്റഡി നടത്തിയോ? ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയോ? അതിന്റെ സ്ഥലമേറ്റെടുപ്പുമായി മുന്നോട്ട് പോയോ? അല്ല, ഞാനൊന്ന് പറഞ്ഞു. അപ്പൊ ഇതിലേക്ക് പോയില്ല. ഒരു ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റ് അനുമതിക്ക്, റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് പോയില്ല. അപ്പൊ ഈ പദ്ധതി എങ്ങനെയാണ് നടപ്പാക്കുന്നത്? അന്ന് ഈ പദ്ധതി വേണമെങ്കിൽ 5 കൊല്ലം കൊണ്ട് ഇപ്പോൾ ചെയ്തതുപോലെ ഗവൺമെന്റ് അതിന്റെ മറ്റു നടപടികളിലേക്ക് കടക്കാമായിരുന്നല്ലോ. അത് ക്യാബിനറ്റിലേക്ക് പോകാനോ നിയമസഭയിൽ അതിനകത്ത് ഈ പദ്ധതിയുടെ DPR നിയമസഭയിൽ വയ്ക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. അപ്പൊ ഈ പദ്ധതി നടപ്പാക്കണ്ട എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ മീഡിയ കോർഡിനേറ്റർ അല്ല. എന്റെ സംശയമാണ്. അതായത് കേരളം പോലെ ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ജനസാന്ദ്രതയുള്ള ഇത്രയേറെ ഗൾഫ് അമേരിക്ക ബന്ധങ്ങളുള്ള പൗരന്മാരുടെ ജോലി മാൻ പവർ എന്ന നിലയിൽ, മികച്ച മാൻ പവർ എന്ന നിലയിൽ ഉള്ള കേരളം എന്ന ഈ ചെറു പ്രദേശത്തെ ബന്ധിപ്പിക്കാൻ ഒരു വേഗപാത വേണ്ടേ നമുക്ക്? എന്നുള്ളത് വിടൂ. യുഡിഎഫിന്റെ നിലപാടെന്താ? അപ്പൊ ഇനിയിപ്പോ അമേരിക്കയിലും ഗൾഫിലേക്ക് പോകുന്നു, കേരളയിലേക്ക് പോകുമെന്ന് നിങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കും. അതിലേക്ക് മറുപടിയില്ല. അപ്പൊ ആ ബന്ധമുള്ളത് കൊണ്ട് കേരളയിൽ വേണം എന്നാണ് പറയുന്നത്. ഇവിടെ സജീഷ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. സജീഷ് പറഞ്ഞത് എന്താണ്? ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ സ്റ്റാൻഡേർഡ് ഗേജിലാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് നാസിക്കിലേക്ക് ഉണ്ടാകുന്ന ഒരു അർദ്ധ അതിവേഗ പാതയുണ്ട്. അത് ഏതിലാണെന്ന് അറിയാമോ? അത് പൂർണ്ണമായും ബ്രോഡ് ഗേജിലാണ്. അതിന്റെ ചെലവ് എത്രയാണെന്നറിയോ? 1 കിലോമീറ്ററിന് 85-90 കോടി രൂപയാണ് അതിന്റെ ചെലവ്. ഇപ്പൊ സിൽവർ ലൈനിന്റെ കേരള ഗവൺമെന്റ് അന്ന് CPM നേർത്തില്ലേ? നിങ്ങൾ സീതാറാം യെച്ചൂരിയുടെ ട്വീറ്റ് പരിശോധിക്കുക. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലില് കൃത്യമായി അതിന്റെ ഇരകൾക്ക് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നവർക്ക് ഭൂമി നൽകുന്നതും അതിന്റെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടാണ് ആ പദ്ധതി. സീതാറാം യെച്ചൂരിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. നിങ്ങൾ പീപ്പിൾ ഡെമോക്രസി നിങ്ങളുടെ നിലപാട് പറയൂ. ഞങ്ങളുടെ നിലപാട് ഈ പദ്ധതി ഈ കേരളയിൽ വേണ്ട എന്ന് തന്നെയാണ്. മഹാരാഷ്ട്രയിലെയും മറ്റ് 9 സംസ്ഥാനങ്ങളിലെയും 15 ഇടങ്ങളിലെയും അവിടെ അതിവേഗ നിലപാട് അല്ല. ഇതിനകത്ത് നാസിക്കിലെ പാതയെ കുറിച്ച് പറഞ്ഞു. അത് ബ്രോഡ് ഗേജിൽ നടപ്പാക്കുന്നു. അതിന്റെ ചിലവ് ഇതിനേക്കാൾ എത്ര കോടി ചെലവാണ്? ഇവിടെ 121 കോടി രൂപയാണ് കേരളയിൽ പറയുന്നത്. 238 കോടി, അതിന്റെ 3 ഇരട്ടി ചെലവാകുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ജപ്പാനിലെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ കൊണ്ട് അവിടെ ഹൈസ്പീഡ് റെയിൽവേയിലേക്ക് പോയി. 300 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിനാണ്. അവിടെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ അവരുടെ ലോണിന്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതിയാണിത്. ഏറ്റവും സെൻസിബിൾ ആയ ഒരു പൊളിറ്റീഷ്യന് ഈ അർത്ഥത്തിൽ വൈരുദ്ധ്യങ്ങൾ വിളമ്പരുത്. നിലപാട് വളരെ ക്ലിയർ ആണ്. ആർ വി രാജേഷ് പറഞ്ഞതിലെ കോൺട്രാഡിക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതിവേഗ പാതയാണ് വേണ്ടത് ജപ്പാനിലെ പോലെ എന്ന് പറയുന്നു. അതിവേഗ പാതയാണോ ഇവിടെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പ്രായോഗികം? എന്നിട്ട് അതേ രാജേഷ് തന്നെ മറ്റൊരർത്ഥത്തിൽ പറയുന്നു, ഇവിടെ എന്തിനാണ് ഇത്തരത്തിലൊരു അതിവേഗ പാത എന്ന് ചോദിക്കുന്നു. അതിവേഗപാത വേണമെന്നല്ല പറഞ്ഞത്.
അതിവേഗ പാതയിലേക്ക് ആ രാജ്യങ്ങളെല്ലാം കടന്നു കഴിഞ്ഞു. അവിടെ ഈ അർദ്ധ അതിവേഗ പാതയും അതിനുള്ള ഉപകരണങ്ങളും പിന്നീട് ആവശ്യമില്ല. അവിടെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്തുകൊണ്ട് വലിയ കമ്മീഷൻ അടിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, ഈ എല്ലാ പദ്ധതികളെ കുറിച്ചും വരുമ്പോ കീശയിലേക്ക് എന്ത് വരും എന്ന് ചിന്തിക്കുന്നവർക്കാണ്. അതിനൊക്കെ മറുപടി ശ്രീ പ്രേംകുമാർ ഒക്കെ പറയട്ടെ. എന്റെ സംശയം അതാണ്. രാജേഷ് പറയുന്നു അതിവേഗ പാതയാണ് ജപ്പാനിലൊക്കെ, അത് ഈ അർദ്ധവേഗ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണെന്ന്. അപ്പം അർദ്ധവേഗം അല്ല അതിവേഗമാണ് വേണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന്. രണ്ട്, സ്റ്റാൻഡേർഡ് ബ്രോഡ് ഗേജ് ആണ് മറ്റുള്ളിടങ്ങളിലൊക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് ഗേജ്. അപ്പോൾ ബ്രോഡ് ഗേജ് ആയാൽ നിങ്ങളുടെ എതിർപ്പ് മാറുമോ? എന്താണ് ഒരു നിലപാട് പറയുന്നത്? ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇതിനകത്തൊരു DPR ഉണ്ടല്ലോ, ആ DPR കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ആദ്യം തയ്യാറായോ? ഇല്ലല്ലോ. അന്ന് ഗവൺമെന്റ് നയം എന്താണ്? അതെന്തുകൊണ്ടാണ്? അല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് രാജ്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയണ്ടേ? അപ്പൊ DPR നിയമസഭയിൽ വയ്ക്കാൻ തയ്യാറായില്ല. DPR എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യ രേഖയാണെന്ന് വിവരമില്ലാത്ത ഒരു വിവരാവകാശ കമ്മീഷണർ വന്ന് മുഖ്യമന്ത്രിയുടെ പൗരപ്രമുഖരുടെ യോഗത്തിൽ പറഞ്ഞത്. അതാണ് ഈ വിവരാവകാശ കമ്മീഷനുടെ വിവരം. അതേ സാധനം അവിടെ നിയമസഭാ അംഗങ്ങളുടെ അവകാശ ലംഘനത്തിന് വേണ്ടി അൻവർ സാദത്ത് MLA നോട്ടീസ് കൊടുത്തപ്പോൾ അത് DPR കൊടുക്കാൻ വേണ്ടി നിയമസഭയുടെ മുന്നിൽ വയ്ക്കാൻ വേണ്ടി തയ്യാറായി, MLA മാർക്ക് കൊടുക്കാൻ തയ്യാറായി. അപ്പൊ ഇതിനകത്ത് വളരെ രഹസ്യ സ്വഭാവമായി പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അപ്പൊ ഇത് രഹസ്യ രേഖയാണ്. ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ജനങ്ങൾ അറിയരുത്, ഇതിന്റെ നഷ്ടമുണ്ടാകുന്ന ആളുകൾ അറിയരുത്. എന്റെ വസ്തുവിലേക്ക് രാവിലെ വന്ന് കല്ലിടാൻ വരുമ്പോൾ മാത്രം ഞാൻ അറിയണം. എന്റെ അടുക്കളയിലേക്ക് വന്ന് ഈ ഗവൺമെന്റ് കല്ലിടാം പോലീസുമായി. ഇതിനൊക്കെ ചില വ്യവസ്ഥകളില്ലേ രാജേഷ്? അപ്പോൾ രാജേഷ് DPR-നെതിരാണോ, കേരളത്തിനെതിരാണോ, അതോ അതിവേഗ പാതയ്ക്കെതിരാണോ, അല്ലെങ്കിൽ അർദ്ധവേഗ പാതയ്ക്കാണോ, പാത വേണ്ടേ? ഈ നിലപാട് പറയുന്നില്ലല്ലോ. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ നടത്തുന്ന ഈ പദ്ധതി കേരളത്തിന് ഫീസിബിൾ അല്ല. ഇവിടെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല. ഇന്നത്തെ ഇതിനകത്ത് ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണല്ലോ മുഖ്യമന്ത്രി പ്രാഥമികമായ പഠനങ്ങൾ നടത്തി പാരിസ്ഥിതിക ആഘാത പഠനം തുടർന്ന് നടക്കുമെന്ന്. റെയിൽവേ പ്രോജക്റ്റുകൾക്ക് ഒരു പാരിസ്ഥിതികാഘാത പഠനത്തിന്റെ ആവശ്യമില്ല. കാരണം ഏറ്റവും കുറഞ്ഞ പരിസ്ഥിതിയാഘാതം ഉണ്ടാകുന്ന ഏറ്റവും സുരക്ഷിതമായ 6% താഴെ മാത്രം കാർബൺ പുറത്തേക്ക് തള്ളുന്ന വളരെ സുരക്ഷിതമായ കാലിഫോർണിയ സർവകലാശാലയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര സർക്കാർ 28.71 ലക്ഷം കോടി രൂപയാണ് പ്രതിവർഷ പാരിസ്ഥിതിക മൂല്യം. ഈ നഷ്ടത്തിന്റെ പാരിസ്ഥിതിക മൂല്യം ഇവിടെ 10,000-കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റുന്നു, തണ്ണീർത്തടങ്ങൾ നികത്തുന്നു. അപ്പൊ അതൊന്നും പാരിസ്ഥിതിക ആഘാതമല്ലേ? പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലൂടെ ഒന്നും പോകുന്നില്ലെന്ന് ഒരു സർക്കാർ ഇവിടെ എൻവയൺമെന്റ് നടത്തി സാമൂഹിക ആഘാത പഠനം പോലും നടത്താൻ അനുവദിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് ഈ പഠനങ്ങൾ നടത്തിയോ? ഇതിനകത്ത് DPR തരാൻ തയ്യാറാണ് ആളുകളുടെ മുന്നിൽ വയ്ക്കാൻ തയ്യാറാത്ത ഒരു ഗവൺമെന്റ് എന്താണ് ഒളിച്ചു വയ്ക്കുന്നത്? എന്താണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണോ? എന്റെ വസ്തുവിലൂടെ കല്ലിട്ട് പോകുമ്പോൾ ഞാൻ അറിയണ്ടേ? അല്ലെങ്കിൽ സാധാരണക്കാരൻ അറിയണ്ടേ? അവന്റെ വീട് ഇടിച്ചു നിരത്തുമ്പോൾ അവൻ അറിയണ്ടേ? അവന് നോട്ടീസ് കൊടുക്കണ്ടേ? വരുമ്പോൾ മര്യാദ വേണ്ടേ? സമരങ്ങളോട് പുച്ഛമാണല്ലോ. എന്താണ് സമരങ്ങളോട് സമീപനം? ഇപ്പൊ BJP എടുത്തിരിക്കുന്നത് അതേ സമീപനമാണ്. കർഷക സമരം നടന്നപ്പോൾ ആന്തോളൻ ജീവികൾ എന്നാണ് അവരെ വിളിച്ചത്. അതുപോലെയാണ് ഇപ്പൊ മുഖ്യമന്ത്രി ഓരോ ദിവസവും പറയുന്നത്. പുതിയ ഏതാണ് വിദ്രോഹികൾ? ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് വികസന വിദ്രോഹ സഖ്യം. അതൊക്കെയാണല്ലോ ഓരോ ദിവസവും ഇതുപോലെ സമരം ചെയ്യുന്ന സമരത്തോട് പുച്ഛം. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏകപക്ഷീയമായ ചർച്ചയ്ക്കാണെങ്കിൽ നിങ്ങൾ ബാക്കി 3 പേരെയും ഇവിടെ വിളിച്ചിരുത്തേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ CPM-ന്റെ പ്രതിനിധിയുണ്ട്, അതുപോലെ തന്നെ നിലപാടില്ല. പിന്നെ 2, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് ഒന്നാണ്. മുന്നേ BJP-ക്കെതിരെയും BJP-യുടെ മന്ത്രിക്കെതിരെയും ഉയർത്തിയ 1-2 ആരോപണങ്ങളുണ്ട്. ഇവിടെ ഡോക്ടർ പ്രേംകുമാറും അതുപോലെ തന്നെ CPM-ന്റെ പ്രതിനിധി സജീഷും ഉയർത്തിയ ആരോപണങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന മന്ത്രി കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമാണ്. അദ്ദേഹം പാർലമെന്റിൽ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത ഉത്തരം
രാജ്യസഭയിൽ അദ്ദേഹം കൊടുത്ത ഉത്തരം ഞാൻ വായിക്കുന്നു. ഒന്ന്, കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു തരത്തിലുള്ള അംഗീകാരവും നൽകിയിട്ടില്ല. ആയിക്കോട്ടെ, നിങ്ങൾക്കത് പറയാം. കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു തരത്തിലുള്ള അംഗീകാരവും നൽകിയിട്ടില്ല. രണ്ടാമത്തെ പോയിന്റ്, വിശദ പദ്ധതി രേഖയ്ക്ക് ക്യാബിനറ്റ് കമ്മിറ്റി സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള അംഗീകാരം നൽകിയിട്ടില്ല എന്ന് വെച്ചാൽ തത്വത്തിൽ ഈ പദ്ധതിക്ക് അംഗീകാരമില്ല. മൂന്ന്, അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഈ പദ്ധതി കേരളത്തിന്റെ റെയിൽവേയുടെ ഭാവി പദ്ധതികളെ ദോഷകരമായി ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞതാണ്. 4, ഈ പദ്ധതിക്ക് അല്ലല്ല വളരെ കേരളത്തിന്റെ റെയിൽവേയുടെ ഭാവി പദ്ധതികളെ ദോഷകരമായി ബാധിക്കും. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. 4, ഈ പദ്ധതിക്കുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. 5, ഭൂമി ഏറ്റെടുക്കാൻ ഞങ്ങൾ നാളിതുവരെ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിട്ടില്ല, ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന വി മുരളീധരൻ ഉൾപ്പെട്ട കേന്ദ്ര മന്ത്രിസഭയുടെ നിലപാടാണ് ഈ പറയുന്ന റെയിൽവേ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്. സജീഷോ ഡോക്ടർ പ്രേംകുമാറോ അല്ല രാജ്യം ഭരിക്കുന്നത്. ബിജെപിയുടെ പ്രതിനിധിയാണ് ഈ പറയുന്ന അശ്വിനി വൈഷ്ണവ്. അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജയരാജ് കൈമൾ, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. 9 ഇടങ്ങളിൽ 15 ഇടങ്ങളിൽ 9 സംസ്ഥാനങ്ങളിലായി കേരളത്തിനും, അത് കർണാടക അടക്കം, ഗുജറാത്ത് അടക്കം, മഹാരാഷ്ട്ര അടക്കം ഇത്തരത്തിൽ അതിവേഗ പാതകൾ നിങ്ങൾ നടത്തുന്നു. കേരളത്തിന് മാത്രം എന്താണ് ഒരു വ്യതിരിക്ത സ്വഭാവം, വ്യതിരിക്ത സാഹചര്യം? നോക്കൂ, അജിംസ് ചോദിച്ച ചോദ്യം വളരെ സിമ്പിളായെന്ന് വളരെ സിമ്പിളായി തന്നെ ഞാനത് പറയാൻ ശ്രമിക്കാം. അജിംസ് ചോദിച്ചു കേരളത്തോട് മാത്രം എന്താണ് ഈ പറയുന്ന ഒരു വ്യത്യസ്ത സമീപനം എന്നുള്ളത്. അജിംസ്, നിങ്ങൾ ആ പറയുന്ന ചോദ്യം എന്നോട് ചോദിക്കേണ്ട ചോദ്യമായിരുന്നില്ല. അത് സത്യത്തിൽ നിങ്ങളത് ചോദിക്കേണ്ടത് UDFന്റെ പ്രതിനിധിയോടായിരുന്നു. 2009-2014 കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് 8 മന്ത്രിമാർ UPA സർക്കാരിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. അന്ന് ഓൺ ആൻ ആവറേജ് ഒരു വർഷം റെയിൽവേയുടെ ബഡ്ജറ്റ് അലോക്കേഷനായിട്ട് മാറ്റിവെച്ചിരുന്നത് കേവലം 372 കോടി രൂപയാണ്. നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം 2014 മുതൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 871 കോടി രൂപയാണ് കേരളത്തിലെ റെയിൽവേയുടെ വികസനത്തിനായി മാത്രം ഓരോ വർഷം മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിനെതിരല്ല BJP സർക്കാർ. അതുമാത്രമല്ല, ഇന്നലത്തെ പാർലമെന്ററി ഡിബേറ്റിൽ വളരെ കൃത്യമായി കേന്ദ്രമന്ത്രി പറഞ്ഞു, കേന്ദ്ര ബജറ്റിൽ റെയിൽവേ അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി. ശബരിപാത, നേമം, കൊച്ചുവേളി ടെർമിനൽ, തലശ്ശേരി, മൈസൂർ, കാഞ്ഞങ്ങാട്, പാണത്തൂർ, കണിയൂർ പാതകൾ എന്നീ പദ്ധതികളെ ഒന്നും അനുകൂലമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എണ്ണി ഇത് പറഞ്ഞതാണ്. ഇത് നമുക്ക് പഴയതിലേക്ക് പോകേണ്ട സമയപരിമിതി ഉണ്ട്. ഞാൻ മറ്റതിലേക്ക് പൂർത്തിയാക്കാൻ ഒരു കാര്യം, CPMന്റെ പ്രതിനിധിയിലേക്കും അതുപോലെ തന്നെ ഡോക്ടർ പ്രേംകുമാറിലേക്കും എനിക്കുള്ള 1-2 ചോദ്യങ്ങൾ ഈ പദ്ധതിയുമായി വേഗം ചോദിക്കും. ഒന്ന്, ഈ പറയുന്ന DPRൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ ഈ പദ്ധതിയുടെ അന്തിമമായ കാര്യം എന്നത്? കാര്യം DPRൽ നിങ്ങൾ ഒന്ന് പറയുന്നു, പ്രിലിമിനറി ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിങ്ങൾ മറ്റൊന്ന് പറയുന്നു, ഫൈനൽ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിങ്ങൾ മറ്റൊന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നത് ഈ പദ്ധതിക്ക് 1 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് നിങ്ങൾ പറയുന്നത് 2 രൂപ 75 പൈസയാണ്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഏകദേശം 3 രൂപ 90 പൈസ വേണം ഒരു യാത്രക്കാരന് 1 കിലോമീറ്റർ യാത്ര ചെയ്യാനാണെങ്കിൽ. നിലവിൽ കേരളത്തിലെ യാത്രാ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിലവിൽ ഓടുന്ന തീവണ്ടി ഇതിനേക്കാൾ, അതായത് സെക്കൻഡ് AC-യേക്കാൾ 28% കൂടുതലാണ്. ജനശതാബ്ദി ട്രെയിനേക്കാൾ 80% കൂടുതലാണ്. ഗരീബ് രഥിനേക്കാൾ 93% ഫെയർ കൂടുതലാണ്. ഈ ട്രെയിനിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ 70,000-ഓ 80,000-ഓ പേരൊന്നും കയറുന്നില്ല. DPR ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാഥമിക വിവരം പോലും ഇല്ലാത്ത ഏതോ ഒരു കമ്പനിയാണ്. അങ്ങനെ ട്രെയിൻ മതിയായിരുന്നുവെങ്കിൽ കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യൻ റെയിൽവേക്ക് പാളങ്ങളുള്ളത്. എന്തിനാണ് പിന്നെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കർണാടകയിലും ഒക്കെ നിങ്ങൾ അതിവേഗ പാതയിലേക്കും ബുള്ളറ്റ് പാതയിലേക്കും ഒക്കെ പോകുന്നത്? നോക്കൂ, അവിടെ റെയിൽവേ ഉണ്ടല്ലോ. നോക്കൂ, മഹാരാഷ്ട്രയുടെ കാര്യത്തിലോ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലോ എതിർപ്പുമായി വന്നത് ഞങ്ങളല്ല. അഹമ്മദാബാദ് മുംബൈ പാതയ്ക്കെതിരെ ആദ്യം ട്വീറ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. നോക്കൂ, കേരളയെ കുറിച്ച് ഞങ്ങളുടെ നിലപാട് ലക്ഷക്കണക്കിന് ആളുകളെ തെരുവിലിറക്കിക്കൊണ്ട് കേരളത്തിന്റെ പരിസ്ഥിതി പൂർണ്ണമായി തകർത്തുകൊണ്ട് ഈ പാത പോകുന്നത് 88 കിലോമീറ്റർ
ഈ വെറ്റ്ലാൻഡിലൂടെയും അതുപോലെ ഇല്ല, പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിലൂടെ അല്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. അജിംസ് ഒരു തവണയെങ്കിലും DPR ഒന്ന് വായിക്കണം. വളരെ കൃത്യമായി പറയുന്നുണ്ട് 88 കിലോമീറ്റർ ഈ പാത പോകുന്നത് വെറ്റ്ലാൻഡിലൂടെയും അതുപോലെ പാഡി പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലൂടെ നിങ്ങൾ സജേഷിലേക്ക് എത്താം പ്ലീസ്. ഡോക്ടർ പ്രേംകുമാർ, അതായത് കേരളത്തിന് മാത്രം പ്രത്യേക ഒരു സാഹചര്യം, പ്രത്യേക ഒരു ഭൂമിശാസ്ത്രം, പ്രത്യേകമായ പരിസ്ഥിതി ദൗർബല്യം. ഗെയിലിന്റെ കാര്യത്തിലും ഒരു കാര്യം കൂടി, ഗെയിലിന്റെ കാര്യത്തിലും ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിലും കൂടംകുളത്ത് നിന്നുള്ള വൈദ്യുതിയുടെ കാര്യത്തിലും ഒക്കെ ഇതേ പ്രതിഷേധം ഉയർത്തിയാണ്. അതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് അതുകൂടി ആഡ് ചെയ്യാം പെട്ടെന്ന്. ഒന്ന് ഈ ചർച്ച നടക്കുന്ന രീതി തീരെ ഹാപ്പി അല്ല ഞാൻ. ഏത് നിയമപ്രകാരമാണ് ഈ സർവേ നടക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. 2013 മൻമോഹൻ സിംഗ് സർക്കാർ അവതരിപ്പിച്ച ഫെയർ വാലുവേഷൻ ഫെയർ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത്. പ്രേംകുമാർ, അങ്ങ് വഴങ്ങുമെങ്കിൽ ഒരു ചോദ്യം അങ്ങ് പറഞ്ഞ FRR പറയട്ടെ സുഹൃത്തെ, അല്ലെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ പോവാം. താങ്കൾ വഴങ്ങുമെങ്കിൽ താങ്കൾ ആ സൂചിപ്പിച്ച കാര്യത്തെ കുറിച്ച് മാത്രം ഒരു ചോദ്യം നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കൊന്നും സംസാരിക്കാനില്ല. ശ്രീ ജയരാജ്, ഇത്രയും താങ്കൾ സംസാരിച്ചില്ലേ, ഇനി അതിന് മറുപടി പ്രേംകുമാർ പറയട്ടെ. ഡോക്ടർ പ്രേംകുമാർ, താങ്കൾക്ക് തുടരാം. ഈ പരിസ്ഥിതി EIA നടത്തിയില്ല എന്ന് പറഞ്ഞ് പരിസ്ഥിതി സംഘടനകൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. അവിടെ റെയിൽവേ ബോർഡിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് റെയിൽവേ പ്രൊജക്ടുകൾക്ക് ഈ പ്രിയർ EIA വേണ്ട എന്നുള്ളതാണ്. അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട്. ഈ DPR ഫൈനൽ ആണോ എന്ന് ചോദിക്കുന്നത് DPR എന്താണെന്നുള്ളതിന്റെ സയന്റിഫിക് ആയ കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. മനുഷ്യന്മാർ എഴുതി ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണിത്. ഏത് സമയവും മാറ്റം വരുത്താം, എപ്പോഴും മാറ്റം വരുത്താം. ഇത് ബൈബിളോ ഖുറാനോ ഭഗവത്ഗീതയോ അല്ല. നമുക്ക് മൂർത്തമായ സാഹചര്യങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താം. റെയിൽവേ ബോർഡ് മാറ്റം വരുത്താൻ പറഞ്ഞാൽ മാറ്റം വരുത്തും. നാട്ടിലെ ജനങ്ങൾ അതിൽ കൃത്യമായ പ്രശ്നങ്ങൾ സജസ്റ്റ് ചെയ്താൽ മാറ്റം വരുത്തും. അത് ഫെയറിലായിരുന്നാലും അതിന്റെ അലൈൻമെന്റിലായിരുന്നാലും എന്തിലായിരുന്നാലും മനുഷ്യന്മാർക്ക് വേണ്ടി മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് DPR. അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതി പറഞ്ഞു കേരയിൽ എന്നുള്ളത് ഇതിന്റെ ലാസ്റ്റ് വേർഡാണ്, എന്താ പറയുക, വികസനത്തിന്റെ ലാസ്റ്റ് വേർഡാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ കേരയിൽ എന്നുള്ളത് കേരളത്തിൽ കോൺഗ്രസിന്റെ ലാസ്റ്റ് വേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ ഈ സമരം ചെയ്യുന്നതെങ്കിൽ. കേരളം ഒരു നോളജ് ഇക്കോണമി ആയിട്ട് വികസിക്കുകയാണ്. അതിന് വേണ്ടുന്ന IT ഇൻഫ്രാസ്ട്രക്ചർ വളരെ കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഇവിടെ വളരെ കൃത്യമായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ട്രാൻസ്പോർട്ടിന്റെ നെറ്റ്വർക്കാണ് സിൽവർ ലൈൻ. കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് ഭൂമിക കംപ്ലീറ്റ് മാറ്റിമറിക്കുന്ന 50 വർഷക്കാലത്തേക്ക് കേരളത്തെ പുനഃസൃഷ്ടിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. അത് നടപ്പിലാകാൻ പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയോടെ, കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ പൂർണ്ണമായ ഇൻവോൾവ്മെന്റോടെ, മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ടോടെ നടപ്പിലാകാൻ പോവാണ്. ഇത് കേരളത്തിലെ UDF-ന്റെയും കോൺഗ്രസിന്റെയും ലാസ്റ്റ് വേർഡിലേക്ക് നോക്കുന്ന സാധനമാണ്. ഹൈസ്പീഡ് റെയിലും ബുള്ളറ്റ് ട്രെയിനും എന്താ പറയാ ഹൈപ്പർ ലൂപ്പും ഒക്കെയാണ് വിദേശ രാജ്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം പോലെ 540 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു സ്ഥലത്ത് 200 കിലോമീറ്ററിൽ ഓടുന്ന സെമി ഹൈസ്പീഡ് തന്നെ ധാരാളമാണ്. അത് തന്നെ വളരെ വളരെ ധാരാളമാണ്. ഒരു വാട്ടർ ബോഡിയിലൂടെയും ഒരു പരിസ്ഥിതി ലോല പ്രദേശത്തിലൂടെയും ഇത് പോകുന്നില്ല. ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് RV രാജേഷിനെ പോലുള്ള ഒരാൾക്ക് സംസാരിക്കേണ്ടി വരുന്നത്, കൈമളിനെ പോലുള്ള ഒരാൾക്ക് സംസാരിക്കേണ്ടി വരുന്നത് അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല. ഈ പദ്ധതിയോട് അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസിനും UDF-നും BJP-ക്കും യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ലാത്തത് കൊണ്ടാണ്. അത് ആളുകൾക്ക് മനസ്സിലാവുന്നത്. പറയുന്നത് കേട്ടിരിക്കുന്ന നമ്മളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നിങ്ങൾ ആങ്കർ അജിംസ് ഇതെങ്ങനെ, അജിംഷാദ് ഇതെങ്ങനെ ആദ്യം പഠിക്കാൻ പറ മന്ത്രിമാരോട്. ഇതിനെ കുറിച്ച് ക്ലാരിറ്റി വരുത്തേണ്ടത് മന്ത്രിമാരാണ്. ചർച്ചയുടെ അവസാനം ജയരാജനും RV രാജേഷിനും ഒരേ ശബ്ദമായി പ്രതിഷേധം ഒന്നിച്ചല്ലെന്നൊക്കെ എനിക്ക് SK സജീഷിലേക്ക് പോകണം. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് നിങ്ങൾ രണ്ടുമാണ്. അതായത് ഈ കാര്യത്തെ, അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ്. അതായത് നമ്മൾ മാലിന്യം ഉപേക്ഷിക്കുന്ന പോലെ ഇവിടെ വേണ്ട, അപ്പുറത്തേക്കാകാം എന്ന് പറയുന്നത് പോലെ. ഇതാണോ ഇവരുടെ രാഷ്ട്രീയം? എന്താണ് ഈ ചർച്ചയിൽ താങ്കൾക്ക് ബോധ്യമായത്? അല്ല, ഒരു കാര്യം, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി അവരുടെ കാലത്തെടുത്ത കാര്യങ്ങളെ കുറിച്ചെല്ലാം വിഴുങ്ങിക്കളയാണ് ചെയ്തത്. 9/2/2016
ഇപ്പൊ എന്റെ പ്രദേശത്തെ MLA കൂടിയായ ശ്രീ കെ കുഞ്ഞമുത് മാസ്റ്റർ അന്ന് നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ വിശദമായ മറുപടി ഉണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിന്റെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാത്തിനും കൃത്യമാണ്. ചോദ്യം ഇതായിരുന്നു, ഈ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നും എത്ര രൂപ ചെലവഴിച്ചു എന്നും വ്യക്തമാക്കാമോ എന്നാണ് ചോദ്യം. 2011-12 സാമ്പത്തിക വർഷത്തിൽ വിശദമായ പദ്ധതി രേഖ പൂർത്തിയാക്കുന്നതിന് 50 കോടി രൂപയും 2012-13 സാമ്പത്തിക വർഷത്തിൽ 1 കോടി രൂപയും അനുവദിച്ചു. ഇതുവരെ DMRCക്ക് DPR തയ്യാറാക്കുന്നതിനായി 21 കോടി രൂപ നൽകിയതുൾപ്പെടെ മൊത്തം 23 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അല്ല പ്രിയപ്പെട്ട സുഹൃത്തെ, മന്ത്രിസഭ തീരുമാനിക്കാതെയാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? അതിനല്ലേ ഇത് ആളെ പറ്റിക്കുന്ന ഏർപ്പാട് ഒരു ചുരുങ്ങിയ രീതിയിൽ പറയണ്ടേ? നിങ്ങളുടെ UDFന്റെ കാര്യത്തിൽ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ഇത്രയും കാര്യം നിയമസഭയിൽ പറഞ്ഞ മറുപടി ചെയ്ത് മന്ത്രിസഭ തീരുമാനിക്കാതെ ഇത്രയും കോടി ചെലവഴിച്ചത്? ഉമ്മൻചാണ്ടി ജയിലിൽ കിടക്കേണ്ടി വരും താങ്കൾ പറഞ്ഞ വാദം ശരിയാണെങ്കിൽ. അതറിയാലോ, ഇത് മറുപടി പറഞ്ഞ വ്യവസായ മന്ത്രി ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ ഒരു തീരുമാനമില്ലാതെ എടുത്തു കൊടുത്താണോ? അങ്ങനെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന പോലെ 23 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ നാട്ടുകാർ അംഗീകരിക്കുമോ? എന്തൊക്കെയാണ് ഇത്രയേറെ പറഞ്ഞു പോയത്? അതുകൊണ്ട് കോൺഗ്രസിന് അത്രയും മറുപടി ഉള്ളൂ. നിങ്ങൾക്ക് പ്രശ്നം എന്താണ്? നിങ്ങൾ കേരളത്തിന്റെ വികസനം വന്നാൽ ഏതാണ്ട് അനിസ്പ്രയുടെ പരസ്യം പോലെ ആയി പോകും. പൊടി പോലുമില്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥ. അതാണ് നിങ്ങളുടെ പ്രശ്നം. ആ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ BJPയുടെ പ്രതിനിധി അങ്ങ് വൈഡായിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്രമന്ത്രി V മുരളീധരൻ 5 ചോദ്യം ചോദിച്ചു പോലും. 5 ചോദ്യം താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ. ഒറ്റ ചോദ്യം, അതിൽ അവസാനമായി താങ്കൾ പറഞ്ഞ ഒറ്റ ചോദ്യം, V മുരളീധരന്റെ ചോദ്യം മാത്രം പരിശോധിച്ചാൽ അറിയാം ശ്രീ V മുരളീധരന് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധം കടലും കടലാടിയും പോലെയാണ് എന്ന്. മറ്റൊന്നും കൊണ്ടല്ല. അവസാനത്തെ ചോദ്യമായി താങ്കൾ ഇതിന് പരിസ്ഥിതി അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, എനിക്ക് ആശങ്കയുണ്ട് എന്ന ചോദ്യമാണ് ചോദിച്ചത്. ഏത് പദ്ധതിക്ക്? റെയിൽവേ പദ്ധതിക്ക്. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എന്താ? റെയിൽവേ പദ്ധതികൾക്ക് പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ്. അതിൽ തനിക്ക് ആശങ്കയുണ്ട് എന്ന് V മുരളീധരൻ ചോദിച്ചാൽ V മുരളീധരൻ കേന്ദ്രമന്ത്രിയാണോ അല്ല അവിടെ എന്ത് ചുമതലയാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് മറുപടി പറഞ്ഞത് V മുരളീധരനല്ല, കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞ മറുപടിയാണ്. താങ്കൾ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. അത് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞ മറുപടിയാണ്. അതിന്റെ വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കാരണം റെയിൽവേ പദ്ധതികൾക്ക് പാരിസ്ഥിതികാഘാത പഠനം വേണ്ട. ആളുകൾക്ക് അറിയാം. V മുരളീധരന്റെ 5 ചോദ്യത്തിൽ പെട്ടതാണിത്. V മുരളീധരന്റെ 5 ചോദ്യം. ബാക്കി ചോദ്യം ഞാൻ നിങ്ങൾ ഈ പഠനം വേണ്ട എന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു. പിന്നെ എന്തിനാണ് എക്കോളജിക്കൽ ഇമ്പാക്ട് സ്റ്റഡി എന്ന് പറഞ്ഞൊരു സംഭവം നടത്തുന്നത്? ഒരു കാര്യം നിങ്ങൾ ഇവിടെ 2 രീതി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഗെയിലിന്റെ കാര്യത്തിലും ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ്. അതാണല്ലോ നിങ്ങൾ സ്വീകരിച്ച ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളാ കൊണ്ടുവന്നത്. ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് അതിന്റെ ഭൂമിയുടെ ഏറ്റെടുക്കൽ നടന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി. സമരം ചെയ്തത് അന്ന് സമരം ചെയ്തത് CPM ആണ്. അല്ല, സമരം ചെയ്തത് ഏറ്റവും കൂടുതൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്. ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരം ചെയ്ത് ആരാന്ന് പരിശോധിച്ചോ? പഴയ വിഷ്വൽസ് നോക്കാമല്ലോ. CPM നേതൃത്വത്തില്ലേ? സ്ഥലം ഏറ്റെടുക്കൽ നിലപാട് മാറ്റി സമരം ചെയ്തില്ലേ? ഞങ്ങളുടെ ഗവൺമെന്റ് കാലഘട്ടത്തിലെ ഗെയിൽ പൈപ്പ് ലൈനുമായി മുന്നോട്ട് പോയത്. അങ്ങനെയായി. ശരിയാണ്. അല്ലേ? അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശരിയാണ്. ഏത് വികസന പദ്ധതി വന്നാലും ഈ അർത്ഥത്തിൽ രാഷ്ട്രീയത്തിന്റെ കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായി ഈ അർത്ഥത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ജനങ്ങളെ കൺവിൻസ് ചെയ്ത് അവർക്ക് നഷ്ടമുണ്ടാകാത്ത തരത്തിൽ മുമ്പോട്ട് പോകും. അതാണ് ഈ കേരളിന്റെ കാര്യത്തിലും സർക്കാരിന് പറയാനുള്ളതെന്ന് അവസാനമായി മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. എന്തായിരുന്നാലും കേരളത്തിന് സുസ്ഥിരമായ ഒരു വേഗപാത അനിവാര്യമാണ്. അതിലേക്ക് കാര്യങ്ങൾ വികസിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ശരീരഭാഷയിലടക്കം മുഖ്യമന്ത്രി നൽകിയത്. അതിൽ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.